അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതാണ് 6 mm ഫോർക്ക് ഷീറ്റ്, 8 അടി നീളവും 4 അടി വീതിയാണ്. ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, അതാണ് ഷീറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത് 4 അടി നീളത്തിലാണ്, അതായത് മൊത്തം ഇതിൻ്റെ നീളം. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 750 രൂപയാണ്. ഇതിൻ്റെ ഇവിടുത്തെ റേറ്റ്. വേറെ സ്ഥലത്തൊക്കെ വേറെ റേറ്റ് ആയിരിക്കും. ഇത് 6 mm കേട്ടോ. 6 mm എന്ന് വെച്ചാൽ 6 മില്ലിമീറ്റർ തിക്നെസ്, കട്ടി, 8 അടി നീളവും 4 അടി വീതിയും. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം 120 സെൻറ്റിമീറ്ററാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ നീളം. (120 സെൻറ്റിമീറ്റർ നീളവും വീതി 11 സെൻറ്റിമീറ്റർ വീതിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുഖം ചെയ്യാനായിട്ട്, മീൻസ് ഫ്രണ്ടിലത്തെ ഫേസ് ഇല്ല, അത് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു ആർച്ച് ഷേപ്പ് ചെയ്തിടണം. എന്നിട്ട് ഇവിടുന്ന് ഈ അറ്റം വരെ 15 സെൻറ്റിമീറ്ററും ഇതിൻ്റെ പകുതി 11ൻ്റെ പകുതി 5.5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ നടുവിലാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. 5.5 സെൻറ്റിമീറ്ററും 5.5 സെൻറ്റിമീറ്ററും. ഇത് കട്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഷേപ്പ് നമുക്ക് എടുക്കണം. പിന്നെ വാല് ആ സെയിം അളവ് തന്നെയാണ്, 15 സെൻറ്റിമീറ്റർ. കുറച്ചും കൂടെ നീട്ടെടുക്കണം, ഒരു 20 സെൻറ്റിമീറ്റർ ഉണ്ട് ഇത്. പിന്നെ ഇത് 5.5 സെൻറ്റിമീറ്റർ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പില്ലേ, വരച്ചെടുക്കുന്ന ഷേപ്പ് ഇതൊന്ന് കറക്റ്റായിട്ട്, ഇപ്പം ജസ്റ്റ് ഒന്ന് പേനുണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തേ ഉള്ളൂ. ഇതൊന്ന് കറക്റ്റ് ലെവലായിട്ടൊന്ന് വെട്ടണം. ഗൈസ്, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു ലെവലിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറക് വാലിന് കുറച്ച് നീട്ടം വേണം. ഞാൻ ഇവിടം തൊട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് കേട്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഇത് നമുക്കിനി ഷേപ്പ് ചെയ്യണം. അതായത് ഫ്ലൈറ്റിൻ്റെ ബോഡി ചെയ്യണം. അതിൻ്റെ അടിയിലത്തെ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 5.5 സെൻറ്റിമീറ്റർ ഒരു സർക്കിൾ വരക്കണം. അതിന് കോമ്പസ് വേണം. 5.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരക്കണം. അതുപോലെ ഒരു 1, 2, 3, 4, 5 ഒരു 7 എണ്ണം വരക്കണം. 7 സർക്കിൾ വരക്കണം. 5.5 സെൻറ്റിമീറ്ററുള്ള ഡയമീറ്ററുള്ള 7 സർക്കിൾ വരക്കണം. വരച്ചിട്ട് അത് കട്ട് ചെയ്യണം. ഗൈസ്, 5.5 സെൻറ്റിമീറ്ററുള്ള ഡയമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ഇത്രയും 5.5 സെൻറ്റിമീറ്റർ. ഇതുണ്ട് ഗൈസ്, ഈ പോയിന്റിൽ നിന്ന് ഈ അറ്റം വരെ 5.5 സെൻറ്റിമീറ്റർ. ഇപ്പം സർക്കിളാണിത്. ഇത് നമുക്കൊന്ന് നടുക്കൊന്ന് കട്ട് ചെയ്യണം. എനിക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ലൈൻ വരെ കട്ട് ചെയ്യണം സൈഡ് ഉപയോഗിച്ചിട്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പം ഇതേപോലെ 7 സർക്കിളും കട്ട് ചെയ്ത്. അപ്പോൾ ഇതൊരു സർക്കിളാണല്ലോ, ഒരെണ്ണത്തിൽ നിന്ന് 2 എണ്ണം കിട്ടി. അങ്ങനെ 7 എണ്ണത്തിൽ നിന്ന് 7 14 പീസ്. നോക്കിയേ, ഒന്ന്, 2, 3, 4, 5, 6, 7, 14 പീസ് ഉണ്ട്. 7 സർക്കിളാണ് ഒരു സർക്കിളിൻ്റെ പകുതി. കണ്ടോ, ഇതാണ് നമ്മുടെ ബോഡി, മീൻസ് ഫ്ലൈറ്റിൻ്റെ ഒരു ബോഡി ഷേപ്പ് സർക്കിളാണല്ലോ. അപ്പോൾ ആ ഒരു രീതി ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതില്ലേ ഫ്ലൈറ്റ്, ഈ ഒരു പാർട്ടിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം.
മനസ്സിലായി. അപ്പം അടുത്ത പീസ് ഓരോ 15 സെൻറ്റിമീറ്റർ വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് ഇവിടെ ഒട്ടിക്കണം. മനസ്സിലായി. ഇത് മൊത്തം ഇങ്ങനെ ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം കാണാതെ ഞാൻ ഇത് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുകയും വേണം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ കാണിച്ചത്. മാത്രമല്ല ഇത് ചെറിയ ടേബിളാണ്, അതുകൊണ്ട് സ്ഥലമൊന്നുമില്ല. ഇതുണ്ട് ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ 1 2 3 4 5 6 6 ഒട്ടിച്ചോളൂ. അതേപോലെ ഇനി ഇതിൻ്റെ നേരെ തന്നെ അടിയിൽ ഒട്ടിക്കണം. ഇത്ര ഭാഗം വിടണം. ഈ ഒരു ലൈൻ തൊട്ട് ഇവിടം വരെ നമ്മൾ ഈ റൗണ്ട് ഒട്ടിക്കാൻ പാടില്ല. എനിക്കത് കാണിച്ചു തരാം. നമ്മൾ 2 സൈഡ് ഒട്ടിച്ചതാണ്. ഇവിടെ നമ്മൾ ഗ്യാപ്പ് വിട്ടിരിക്കുന്ന എന്തിനാന്ന് പറയാം. ഇവിടെ നമുക്ക് ചിറകില്ല, അതിൻ്റെ ചിറക് വിങ്സ് അത് സെറ്റ് ചെയ്യാനാണ്. അതെൻ്റെ പുറകെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇതിൻ്റെ നടുവിലായിട്ട്, അതായത് ഇതിൻ്റെ 15 സെൻറ്റിമീറ്ററിൻ്റെ നടുവിലായിട്ട് അടിഭാഗത്തൊരെണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഗ്യാപ്പ് വിങ്സിനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടയർ വരും. ഇവിടെയാണ് അതിൻ്റെ ബാക്ക് ടയർ വരുന്നത്. കണ്ടോ, ഇവിടുന്ന് ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട്. ഇത് പുറകു വശമാണ്. ഈ ഭാഗം വരേണ്ട പുറകു, പുറത്ത് ഫ്രണ്ടാണ് വരേണ്ടത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്യണം. മീൻസ് ഇത് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇതിങ്ങനെ സ്ട്രൈറ്റ് ആക്കി നിർത്തണം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ മുഖം ക്രിയേറ്റ് ചെയ്യണം, മുഖവും വാലും ചെയ്യണം. അപ്പോൾ അത് വരച്ചിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഫേസ് വരച്ചിട്ടുണ്ട്. വേണ്ട, എന്നിട്ട് ഇത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നടുവിലിങ്ങനെ. ഇതതിൻ്റെ വാല്. ഇത് 5.5 സെൻറ്റിമീറ്റർ കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ 5.5 സെൻറ്റിമീറ്റർ, മൊത്തം 11 സെൻറ്റിമീറ്ററാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 11 സെൻറ്റിമീറ്റർ. ഇവിടുത്തെ സെൻറ്റിമീറ്റർ നിൽക്കാൻ കാണിച്ചു തരാം. സ്കെയില് ഇവിടുന്ന് 6.5 ആണ് കേട്ടോ. അതായത് ഇവിടെ കണ്ട, ഇവിടുന്ന് ഇവിടം വരെ 6.5 സെൻറ്റിമീറ്ററാണ്. ഇവിടുന്ന് ഇവിടം വരെ 11 സെൻറ്റിമീറ്റർ. മുഖം കണ്ട, വാല് പിന്നെ നിങ്ങളിങ്ങനെ വച്ചാൽ 11 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ ഒട്ടിക്കണം. ഫ്രണ്ട് ഇവിടെ അല്ലേ, ഇതിങ്ങനെ ഒട്ടിക്കണം. ഇത് അടിയിൽ ഒട്ടിക്കണം. അന്ന് ഒട്ടിച്ചതിന് ശേഷം കാണാതെ. ഗൈസ്, ഞാനാണെങ്കിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും അതുപോലെ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, കൈക്ക് നേരെ ആകാൻ വേണ്ടി. ഇവിടെയാണ് നമ്മൾ ബാറ്ററിയും അതുപോലെ സ്പീഡോമീറ്റർ എല്ലാം വയ്ക്കുന്ന ഈ ഒരു ഭാഗത്താണ്. പുറകിലും നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ വയറിങ് വേണം.
വയറിങ് ചെയ്തിട്ട് വേണം കവർ ചെയ്യാൻ. ഷീറ്റ് ഉപയോഗിച്ച് വളച്ച് കവർ ചെയ്യണം. മുഖമെല്ലാം നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ഗൈസ്, ഇതാണ് നമ്മുടെ റഡർ. റഡർ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിൻ്റെ മേളിലുള്ള സംഭവമില്ല, അതാണ് ചെറിയ ചിറക്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. ഇവിടം വരെയുള്ള നീളം 25 സെൻറ്റിമീറ്ററാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള വീതി 14 സെൻറ്റിമീറ്റർ. ഇതും 25. ഇവിടം തൊട്ട് ഇവിടം വരെ 25. ഇവിടുത്തെ വീതി 8 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഇത് 3 സെൻറ്റിമീറ്ററാണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇതേപോലെ ഇനി 2 കൂടെ ചെയ്യണം. ഇത് ഫ്ലാപ്പാണ് കേട്ടോ, ഇത് ഫ്ലാപ്പാണ്. ഇനി സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഒരയ്ക്കണം ഇവിടെ. ഇതേപോലെ ഇനി 2 കൂടെ ചെയ്യണം. ഗൈസ്, നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഈ ബ്ലാക്ക് റെഡും വയറ് ഒരെണ്ണം ലൈറ്റിലും പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ലെഫ്റ്റ് റൈറ്റും തിരിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 വയറ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നേരെ പോകുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററിയും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇത് ഫ്രണ്ടിലത്തെ 2 വയറ്. പിന്നെ ഇവിടെ ഒരു വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പുറകിലായിട്ട് 2 കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ എലിവേറ്ററിൽ മീൻസ് ഇവിടുത്തെ ചിറകില്ലേ, ഇതിനാണ് എലിവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറാണ് ഇവിടെ. മുകളിൽ വരുന്ന ചിറകിനാണ് റഡർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്തും 2 ചിറക്. ഗൈസ്, ഇവിടെയും വയർ കൊടുക്കും. മുകളിലത്തെ ചിറകാണ് റഡർ, ഇവിടുത്തെ 2 എലിവേറ്ററാണ്. എലിവേറ്ററിൻ്റെ വയറാണിത്. ഇതും റഡറിൽ വയറില്ല. ഇനി വരുന്നൊരു പുറകിലൊരു വയറുണ്ട്. ഇതെല്ലാം ഇവിടെയാണ് ഒന്ന് കണക്റ്റ് ആകുന്നത്. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഡറാണ്. റഡർ ഒരെണ്ണം റഡറല്ലേ, ഇത് എലിവേറ്ററാണ് ചെയ്യുന്നത്. റഡർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാണ് റഡർ. ഇനി 2 ചിറകാണ്, ഇവിടുത്തെ 2 ചിറക് ചെയ്യണം. അതിനാണ് എലിവേറ്റർ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഫ്യൂസ്ലേജ്. ഈ ഒരു ബോഡിക്ക് പറയുന്ന പേരാണ്, ഈ ഫ്ലൈറ്റിൻ്റെ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ഫ്യൂസ്ലേജ്. ഫ്യൂസ്ലേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് കവർ ചെയ്യണം, ഷീറ്റ് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഈ വയർ ചെയ്തത്. ഇവിടെയൊക്കെ നമുക്ക് ഷീറ്റ് വെച്ച് ഇങ്ങനെ ഫിനിഷ് ചെയ്യാനുണ്ട്. ഈ സെയിം അളവിൽ തന്നെയാണ് എലിവേറ്ററും ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്താണ് നമ്മുടെ വിങ്സ്, വലിയ വിങ്സ് വരുന്നത് ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇത് 2 ഫിനിഷ് ചെയ്തിട്ട് വേണം ഇത് കവർ ചെയ്യണം. ഗൈസ്, നമ്മൾ 2 എലിവേറ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനാണ് എലിവേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് റഡർ. റഡർ എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ മേളിലുള്ള ഇതില്ല, അതിനാണ് റഡർ എന്ന് പറയുന്നത്. ഇത് 6 mm ഫോറക് ഷീറ്റാണ്. അത് ഇത്ര നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതിന് സാൻഡ് പേപ്പർ ഇട്ടെന്ന് നമ്മൾ പിടിക്കണം, ഉരച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതെല്ലാം സെയിം അളവാണ്. ഇത് 3 സെയിം അളവാണ്. കണ്ടില്ലേ, ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ 25 സെൻറ്റിമീറ്ററും ഇവിടം തൊട്ട് ഇവിടം വരെ 8 സെൻറ്റിമീറ്ററും ഇവിടുന്ന് ഇവിടം വരെ 25 സെൻറ്റിമീറ്ററും ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ് 14 സെൻറ്റിമീറ്ററാണ്. ഇനി ഇത് 3 സെൻറ്റിമീറ്ററാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതിയാക്കാം, ഇവിടം വരെ ആക്കാം. ഞാൻ പിത്തളാക്കിയതേ ഉള്ളൂ. ഇതുപോലെ ഇത് 3 നമുക്ക് ചെയ്യണം. ഇതേപോലെ ഇത് കട്ട് ചെയ്യണം. ഇതിനാണ് ഫ്ലാപ്സ് സെറ്റ് ചെയ്യണം. ഇതിന് കട്ട് ചെയ്തിട്ട്
കുറേ സംഭവം ചെയ്യാനുണ്ട് ഇതിലും ചെയ്യണം, ഇത് മൂന്നിലും നമുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ഫ്ലൈറ്റിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഷീറ്റിൽ. ഗൈസ് ഞാനാണെങ്കിൽ ഫുള്ള് കവർ ചെയ്തേട്ടാ, നോക്കി കണ്ടോ, ഫോറസ്റ്റ് ഷീറ്റ് നമ്മൾ ഫുള്ള് വളച്ച് നമ്മൾ ഒട്ടിച്ചു. ഇവിടെ നമ്മൾ വിട്ടിരിക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ ചിറക് വെക്കുന്നത്. ഇനി മുഖം റെഡിയാക്കാനുണ്ട്, പിന്നെ വാല് റെഡിയാക്കാനുണ്ട്. അപ്പം തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്, പിടിക്കാൻ പറ്റുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല ഒരു കൈക്ക്. ഇതല്ല വളച്ചിങ്ങനെ എടുക്കണം നമ്മൾ, ഇങ്ങനെ വളച്ചെടുക്കണം, എന്നാലേ ഷീറ്റ് വളയത്തുള്ളൂ. ഭയങ്കര പാടാണിത്. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പശ ഒഴിക്കുകയും വേണം, എന്നാലേ ഇത് ഒട്ടി നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടി കുറഞ്ഞങ്ങ് പോരും. ഇനി ഇത് കവർ ചെയ്യണം, ഫ്രണ്ടും ബാക്കിലും വാല് കവർ ചെയ്തിട്ട് വേണം ഇനി ചിറക് ചെയ്യാൻ. ചിറക് എന്തായാലും ചിറകിന് വലിയ നീളമൊന്നും വരത്തില്ല, ഏകദേശം ഒരളവുണ്ട്, ആ അളവിൽ നമുക്ക് ചിറക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ചെയ്യാനുള്ളത് ഇത് കവർ ചെയ്യണം, കവർ ചെയ്തിട്ട് കാണിക്കുക. പിന്നെ ഇതൊന്ന് ഉരയ്ക്കാനുണ്ട്, കണ്ട ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ഉരച്ച് ഷേപ്പ് നേരെ സ്ട്രൈറ്റ് ആക്കാനുണ്ട്. ഗൈസ് അങ്ങനെ ഇവിടെ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാൻഡ് പേപ്പർ ഇട്ട് ഇവിടെ ഉരച്ചു, സാൻഡ് പേപ്പർ ഇട്ട് ഇവിടെ ഉരച്ചു. പിന്നെ അതെ മുഖം രണ്ട് ഭാഗം ഇനി ഇവിടെ കൂടെ ഒന്ന് ഉരയ്ക്കാനുണ്ട്, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് പാടാണ്, ഇവിടെ ഉരയ്ക്കുന്ന കുറച്ച് പാടാണ്. പിന്നെ അടിയിലും വെക്കണം, ഇതേപോലെ അടിയിലൊന്ന് സെറ്റ് ചെയ്യണം, കവർ ചെയ്യണം. പിന്നെ പുറകിലും കവർ ചെയ്യണം. ഇത് ഉരക്കുന്നതിന് ഗൈസ് ഏറ്റവും പാട്. ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ പുറകിലത്തെ 3 വിങ്സും റെഡി ആയിട്ടുണ്ട്, ഫ്ലാപ്സും കണ്ടോ. ഇതും നമ്മൾ ഉരച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഇതുണ്ടോ. ഇതാണ് ഫ്ലാപ്സ്, 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കണം, ഇത്രേ ഉള്ളൂ. ഇതും കൂടെ റെഡിയാക്കി പുറയിലത്തെ അതും കൂടെ റെഡിയാക്കണം, എന്നിട്ട് വേണം ചിറക് ചെയ്യാനായിട്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് പൊക്കാൻ വരുന്നുണ്ടോ, ഭയങ്കര വെയിറ്റാണ്. ഇത് വളക്കാൻ കുറച്ച് പാടായിരുന്നു, ഇത് ഷീറ്റേ വളക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഇവിടെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വെക്കുന്നത്, അതായത് ബാറ്ററിയും സ്വിച്ചും പിന്നെ സ്പീഡ് കൺട്രോളും ചാർജ് മീറ്ററും അതൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഇതിവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യണം, ഇത്ര നീളത്തിൽ. ഞാനിപ്പോൾ ഇതിൻ്റെ പണി ചെയ്യട്ടെ. ഗൈസ് നമ്മളിത് ഫ്രണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം കാണാൻ വലിയ വൃത്തിയില്ല, ഇത് നമുക്ക് പിന്നെ ഉരയ്ക്കണം, അതാണ് ഉരച്ചെടുക്കണം സാൻഡ് പേപ്പർ ഇട്ടിട്ട്. ഗൈസ് ചെറിയൊരു മുല്ല ഇവിടെയാണ് ഉരക്കാൻ പാട്, ഇവിടെ വലിയ കുഴപ്പമില്ല. പിന്നെ പുറയിലേക്ക് നോക്കിയാലും ഇവിടെ നമ്മൾ കവർ ചെയ്ത് കാണാം. ഇതിനി ഉരക്കണം കേട്ടോ, ഇത് മൊത്തം ഉരച്ചെടുക്കണം സാൻഡ് പേപ്പർ ഇട്ടിട്ട്, എന്നാലേ നമുക്കിനി ചിറക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിറക് ചെയ്തിട്ട് വേണം
വീല് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് പണിയാണ് ഗൈസ്, നല്ല ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. ഈ ഫോറക് ഷീറ്റിലായതുകൊണ്ടേ ഉരച്ചെടുക്കണം, അതാ. ഗൈസ് നമ്മളെല്ലാം ഉരച്ചെടുത്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഉരച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വയർ നമ്മൾ പുറത്തേക്ക് ഇട്ട് കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ ഉരച്ചിട്ടുണ്ട്. എല്ലാം സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ചു. മുഖവും നമ്മൾ ഉരച്ച് നോക്കിയാൽ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചൊരു ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേത്ത് പുട്ടി തേക്കണം. പുട്ടി തേച്ചിട്ട് വീണ്ടും ഉരയ്ക്കണം, എന്നാലേ മുഖം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മളൊരു പീസും കൂടെ വെച്ചേട്ടോ. ഇവിടെ നമുക്ക് മറ്റേ വിൻഡോ വരുന്ന ആ ഇതാണ് വിൻഡോ. ഇനി ഇവിടെ കുറച്ച് വർക്കും കൂടെ ചെയ്യാനുണ്ട് ഈ ഭാഗത്ത്, എന്നിട്ട് വേണം ചിറക് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്ലൈറ്റ് നമ്മളിപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ പുട്ടി തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ചിറകാണ്. ഇതാണ് എൻ്റെ ചിറക്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ ചിറക്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ ഏകദേശം 26 സെൻറ്റിമീറ്ററാണ് നീളം. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ 26 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് തുടങ്ങി ഈ പോയിൻ്റ് വരെ ഇത്രയും 15 സെൻറ്റിമീറ്ററാണ് നീളം. പിന്നെ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ 17 സെൻറ്റിമീറ്റർ. ഇപ്പുറത്ത് 17ഉം ഇപ്പുറത്ത് 15ഉം. പിന്നെ ഈ പോയിൻ്റ് മുതൽ ഇവിടം വരെ ഏകദേശം 22 സെൻറ്റിമീറ്ററാണ് നീളം. ഇവിടുന്ന് ഈ ഒരു ലൈൻ വരെ 12 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടുന്ന് ഈ പോയിൻ്റ് കണ്ടോ, ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് വരെ 8 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടുത്തെ അളവെന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ്. 5 സെൻറ്റിമീറ്റർ. പിന്നെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ മനസ്സിലായോ, ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ എത്രയാണ് 74 സെൻറ്റിമീറ്ററാണ് നീളം. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ചിറക് ചെയ്തെടുക്കാം. ഇനി അത് കാണിക്കുന്നില്ല വീഡിയോയിൽ, കാരണം ഒരുപാട് ലോങ് ആയി പോകും. എനിക്കിപ്പോൾ ചിറകൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ വീഡിയോയിൽ എടുക്കുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഫ്ലൈറ്റ് ആണെങ്കിൽ അതവിടെ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. പുട്ടി വെച്ച് വെച്ചിരിക്കുക. അതിന് ഉണങ്ങിയിട്ട് വേണം സാൻഡ് പേപ്പർ ഇട്ട് ഉരക്കണം. അത് ചിറക് കണ്ട. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലാപ്പാണ്. ഇതിൻ്റെ നീളം ഞാൻ പറയുന്നില്ല.
ഇത് കട്ട് ചെയ്തതിന് ശേഷം എനിക്കിനി പറയാൻ പറ്റത്തുള്ളത്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. എന്നിട്ട് വേണം വീല് ചെയ്യാൻ. വീലിൻ്റെ അളവെന്ന് പറയുന്നത് ഇതാണ് വീല്. അപ്പോൾ വീലിൻ്റെ അളവെന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ഡയമീറ്റർ സർക്കിളാണ്. അപ്പോൾ ഇത് ഒരു വീലിന് ഏകദേശം എന്താ പറയുക 3 എണ്ണം വേണം. അപ്പോൾ മൊത്തം ഒരു ചിറകിൽ 4 വീല്, ഇപ്പുറത്തെ ചിറകിൽ 4, ഫ്രണ്ടിൽ 2, 4 4 8 10 വീല് വേണം. അപ്പോൾ മൊത്തം 30 റൗണ്ട് വേണം കേട്ടോ. ഇതേപോലത്തെ 30 വട്ടം വേണം. 2 സെൻറ്റിമീറ്ററുള്ള 30 എണ്ണം വേണം. ഒരു ചിറകിൽ 4 വീലാണ് സെറ്റ് ചെയ്യുന്നത്. എയർബസ് അല്ല, സാധാരണ ഫ്ലൈറ്റാണ്. പിന്നെ ചിറകും കൂടെ ചെയ്തതിന് ശേഷം കാണാം. ഗൈസ്, നമ്മൾ ചിറകിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ ഇവിടെയാണ് നമ്മൾ വീല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ ഒന്ന് കട്ടിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്ലാപ്പ്. ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇനി ഇത് കവർ ചെയ്യണം. കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വയറിങ് സെറ്റ് ചെയ്യണം. മീൻസ് ഇവിടെ LED വെക്കാനുണ്ട്, പിന്നെ ഇവിടെ ഒരു LED ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മറ്റേ എൻജിനില്ലേ അതിന് വെക്കാനുള്ള മോട്ടറിൻ്റെ വയർ. അങ്ങനെ മൊത്തം 1 2 3 4 ഇത് കുറച്ച് വയർ വെക്കാനുണ്ട് ഇതിനകത്ത്. ഇതാണ് സ്ലാപ്പ്. ഇവിടെയാണ് നമ്മുടെ വീലിൻ്റെ സ്റ്റാൻഡ് വയ്ക്കുന്നത്. ചിറകിലല്ലേ, ഇവിടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഗൈസ് വയർ സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് വേണം അടുത്ത ചിറക് ചെയ്യാനായിട്ട്. ധരിക്കുന്നുണ്ടല്ലേ, ആ ചിറക് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടാ. ഗൈസ്, ഇത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ 33 സെൻറ്റിമീറ്ററാണ് നീളം. അതുപോലെ തന്നെ വീതി 10 സെൻറ്റിമീറ്ററും. പിന്നെ ഈ പോയിൻ്റ് ഉണ്ടോ, ഇത് 1 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെയാണ് ഗൈസ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതുണ്ടോ, ഇത് ചിറക് ഫിറ്റ് ചെയ്യാനുള്ള പൈപ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ PVC പൈപ്പില്ല, അതാണ്. അന്ന് ചൂടാക്കിയിട്ട് കറക്റ്റ് ചെയ്തതാണിത്. നല്ല സ്ട്രോങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നില്ല, കാരണം ഗിയർ എനിക്കത് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം മോട്ടർ ഇത് വലിച്ചുകൊണ്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഗിയർ വേണ്ടാന്ന് വെച്ച്, ഓടിക്കുന്നില്ലാന്ന് വെച്ച്, റിമോട്ടിൽ ചെയ്യേണ്ടെന്ന് വെച്ച് ഗിയർ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് പുട്ടി തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിനടിക്കുന്ന പുട്ടിയാണ്, വണ്ടിക്കടിക്കുന്നതല്ല. സാധാരണ വീട്ടിന് തേക്കുന്ന വൈറ്റ് പുട്ടി. പുറയിലും തേച്ചിട്ടുണ്ട്. ഇനി ചിറക് വേണം. ചിറകാണ് ചെയ്യാനുള്ളത്. അതിന് മുമ്പ് അതിൻ്റെ വയറിങ് ചെയ്യണം. ഇത് ആ ഫ്ലൈറ്റിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം കാണാമേ. ഗൈസ്, നമ്മൾ ആ ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഇരിക്കും കാണാനായിട്ട്. ഇവിടെയാണ് ചിറക് വെക്കുന്നത്. അപ്പോൾ ആ ചിറക് കണക്ട് ചെയ്യാനുള്ള ഹോളാണിത്. ഇതാണ് ഗൈസ്.
ഇനി ഇത് കവർ ചെയ്യണം. ഇതുണ്ട ഈ ഗ്യാപ്പ് വേണ്ട, ഈ ഗ്യാപ്പൊക്കെ കവർ ചെയ്യാനുണ്ട്. നമ്മൾ പുട്ടി ഇതുണ്ട പുട്ടി തേച്ച് വീട്ടിനൊക്കെ അടിക്കുന്ന പുട്ടിയില്ലേ ഗൈസ്, അതാണ് നമ്മൾ തേച്ചത്. വണ്ടിക്കടിക്കുന്ന പുട്ടി എനിക്ക് കടയിൽ ഇല്ലാത്തതുകൊണ്ട് വീട്ടിനടിക്കുന്ന പുട്ടി തൽക്കാലത്തേക്ക് വെച്ച് തേച്ചിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഇവിടെ ചെറുതായിട്ടൊരു പാടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. പിന്നെ പുറയിലും കണ്ട പുറയിലും പുട്ടി തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. ഇതണ്ട ഇങ്ങനെ ഇരിക്കും. ഇതൊന്ന് ഷേപ്പ് ചെയ്യണം, ഉരച്ച്. ഗൈസ് ഇതാണ് നമ്മുടെ ചിറക്. ഇതിലിനി വയർ ചെയ്യാനുണ്ട്. അപ്പം വയർ ചെയ്യുന്ന ഒന്നാമത്തെ പോർഷൻ ഇവിടെയാണ്. പിന്നെ ഒരു ലൈറ്റ് ഇവിടെയാണ് വയ്ക്കുന്നത്. നമ്മൾ വീലൊന്നും ഓടിക്കുന്നില്ല. ഇതണ്ട ചിറക് നമ്മളിങ്ങനെ വയ്ക്കുന്നത്. ഇത് നമുക്കിങ്ങനെ പൈപ്പ് വഴി കണക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുക്കാം. ഇത് ഫ്ലാപ്പാണ്. പിന്നെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ വീല് സെറ്റ് ചെയ്തില്ല. ഇവിടെയാണ് വീല് വയ്ക്കുന്നത്, താഴത്തേക്കുള്ള കണക്റ്റിങ്. ഇനി ഇത് കവർ ചെയ്യണം. കവർ ചെയ്യുന്നതിന് മുമ്പ് ഇത് വയറിങ് ചെയ്യണം. വയറിങ് ചെയ്താൽ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നല്ല വെയിറ്റ് വന്നിട്ടുണ്ട്, നേരത്തേക്കാളും നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇവിടെയാണ് അതിൻ്റെ വയറിങ്ങും സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ബാറ്ററി ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്പീഡോമീറ്ററും അതൊക്കെ ഇല്ല, അതൊന്നും നമ്മൾ വെക്കുന്നില്ല. ചുമ്മാ ലൈറ്റ് മാത്രമേ കത്തിക്കുന്നുള്ളൂ. കാരണം ഞാൻ വെക്കാൻ വേണ്ടി വിചാരിച്ചായിരുന്നു, പക്ഷേ ഈ മോട്ടർ ഓടത്തില്ലല്ലോ. ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് മിനി മോട്ടർ വല്ല ഗിയർ സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് വലിച്ചുകൊണ്ട് പോകത്തില്ല. അപ്പോൾ വലിച്ചുകൊണ്ട് ഒരിക്കലും അത് പോകത്തില്ല. അതിന് ബ്രഷ്ലെസ് മോട്ടറൊക്കെ വേണ്ടി വരും. അതായത് തൽക്കാലം ഞാൻ ഇവിടെ ഷോ കേസിങ് ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ലൈറ്റിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഉണ്ടാക്കിയ വന്ദേഭാരത് ട്രെയിനില്ല, അതിനെ ഒന്നും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതിൽ ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ വയ്ക്കും. ഗൈസ് ഞാനിത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതൊന്ന് പുട്ടി തേക്കണം. ഇവിടെ ഇതിങ്ങനെ ഫുള്ള് ഒന്ന് പുട്ടി തേച്ച് ഷേപ്പ് ചെയ്യണം, എന്നാലും നമുക്ക് കളർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെയിൻ്റ് അല്ലേ തേച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിരുന്നു. ഇനി ഇത് പുട്ടി തേച്ചിട്ട് ഇനി ചിറക് ചെയ്യണം. ഗൈസ് ഞാനാണെങ്കിൽ പുട്ടി തേച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട വീട്ടിനൊക്കെ അടിക്കുന്ന പുട്ടിയില്ല, അത് തേച്ചിട്ടുണ്ട്. ഇനി ചിറകാണ് ഗൈസ് ചെയ്യാനുള്ളത്. ഗൈസ് നമ്മുടെ ചിറക് റെഡി ആയിട്ടുണ്ട്. വയറിങ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ്. വേണ്ട ഇവിടെ ഒരു വയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ലൈൻ്റെ ഇവിടെ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതും LED ആട്ടാ, LED-ക്കുള്ളതാണ്. അതിൻ്റെ 2 വയർ കണക്ഷനും. ഇത് നമ്മുടെ ലൈനിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്റ്റ് പൈപ്പ്.
ഇത് കവർ ചെയ്യേണ്ട, കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീല് ചെയ്യാനുണ്ട്. ഇവിടെയായിട്ട് വീല് ചെയ്താൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇവിടെയും നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് അറ്റത്തൊരു വയർ, പിന്നെ ഇവിടെ ഒരു വയർ, അതുപോലെ നമ്മുടെ പുറകിലത്തെ 3 ചിറക്. ഇങ്ങനെ ഫ്ലാപ്പാണ്. ഇവിടെ പ്ലെയിൻ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കുത്തി കഴിച്ചതിൽ. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ വീല് കാര്യങ്ങളാണ്. വീല് ചെയ്താൽ മാത്രമേ നമുക്കിത് കവർ ചെയ്യാൻ പറ്റൂ. ഇത് ഫുള്ളും ഇങ്ങനെ കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കണം. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിനി പെയിൻറ്റും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ട. പെയിൻ്റല്ല കഴിച്ച് നമ്മൾ വാൾപേപ്പറാണ് ഇരിക്കുന്നത്. പെയിൻ്റ് അടിക്കാൻ കുറച്ച് ടൈം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോസി ടൈനി വാൾപേപ്പറിൻ്റെ വെള്ളയുണ്ട്. അപ്പോൾ അതേം ബുക്ക് ചെയ്യണം, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് മൊത്തം ഇങ്ങനെ ഒട്ടിച്ച് എന്നിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ. അത് സ്റ്റിക്കറാണ്, വാട്ടർ പ്രൂഫാണ്. അത് 200 സെൻറ്റിമീറ്ററും നീളവും 60 സെൻറ്റിമീറ്റർ വീതിയും. ഏകദേശം ഫ്ലിപ്കാർട്ടിൽ 115 രൂപ കൊണ്ടൊക്കെയാണ് റേറ്റ് വരുന്നത്. പലതും പല റേറ്റാണ്. അപ്പോൾ ഞാൻ 115-ൻ്റെയാണ് വാങ്ങിക്കുന്നത്. നല്ല സ്റ്റിക്കർ, നല്ല റേറ്റിംഗ് ഉള്ളതാണത്. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വെച്ച് പെയിൻ്റ് അടിച്ച് ചുമ്മാ അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വാൾപേപ്പർ വെച്ച് വിരിച്ചൊട്ടിച്ചാൽ മതിയാണ്. നമ്മുടെ കയ്യിൽ ഗ്രേ ഇരിപ്പുണ്ട്, ചുമപ്പ് ഇരിപ്പുണ്ട്, ബ്ലാക്ക് ഇരിപ്പുണ്ട് വാൾപേപ്പർ. ഇനി വെള്ളയും കൂടെ വേണം. ഇതൊക്കെ എന്തിനാണെന്നറിയാൻ വെച്ചിരിക്കുന്നത്, ഇത് നമ്മുടെ പൈപ്പ് ഇങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൈപ്പില്ലേ, ഇത് ഇളകാതിരിക്കാൻ വേണ്ടി, പിന്നെ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വീലിൻ്റെ പണി ചെയ്യേണ്ട ഗൈസ്. വീലിൻ്റെ അളവെന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ സർക്കിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് വീലിൻ്റെ ചെയ്യാം. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് കണ്ടതേ. ഗൈസ് നമ്മുടെ ചിറക് ഇവരുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് ചിറക് ഇതേപോലെ വെച്ചിട്ട് പൊട്ടിച്ച്, പിന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വയറിങ് ഒക്കെ നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇത് ലൈറ്റിൻ്റെ വയറും, ഇതും ലൈറ്റിൻ്റെ വയറാണ്. ഇത് ഫ്ലാപ്പാണ് കണ്ടോ. പിന്നെ ഇതൊരു മോൾഡാണ്. മീൻസ് ഇവിടെ നമ്മൾ ടയർ വയ്ക്കുമല്ലോ. അപ്പോൾ ടയർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വയ്ക്കും. രണ്ടാമത്തെ ചിറക് ഇനി ഇതിൽ പുട്ടി അപ്ലൈ ചെയ്യണം. പുട്ടി അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് ഉരയ്ക്കണം. എന്നാലേ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാൻ. പിന്നെ ഗൈസ് നമ്മൾ ടയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ടയറില്ല, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ട ഗൈസ്, ഫ്ലൈറ്റിൻ്റെ ടയർ.
ഇത് ചിറകിലെ ടയറാണ്. പിന്നെ ഇത് ഫ്രണ്ട് ടയറാണിത്. ഇത് പേനയുടെ മോൾഡാണിത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ എൻജിനാണ്. അപ്പോൾ എൻജിന് ഉള്ള റൗണ്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് എത്രയായിരുന്നു? ഇത് 3.5 സെൻറ്റിമീറ്റർ കേട്ടോ ഡയമീറ്ററുള്ള സർക്കിളാണ്. പിന്നെ ഇത് 2 സെൻറ്റിമീറ്റർ കേട്ടോ. 2 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ സ്പ്രിങ് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻജിൻ സെറ്റ് ചെയ്യണം. എൻജിനും കൂടെ സെറ്റ് ചെയ്താൽ മതി ഗൈസ്. അതിനുശേഷം പിന്നെ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഈ ചിറക് എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് നോക്കണം. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റാന്ന് വെച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ റെഡിയാക്കണം. എന്നിട്ട് മാത്രമായിരിക്കും നമ്മുടെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നല്ല ഫിനിഷിങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗൈസ് എൻജിനും കൂടെ ചെയ്യട്ടെ. എൻജിൻ ചെയ്തതിന് ശേഷം കാണാം. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ടയറൊക്കെ ഞാൻ ചുമ്മാ വെച്ചിരിക്കുന്നത്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിറക് ഞാനാണെങ്കിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോഡി ഇവിടെ ആയിട്ടില്ലേ, ഇതിൻ്റെ താഴത്തെ ഞാൻ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിറക് ഊരണമെങ്കിൽ നമുക്ക് സ്ക്രൂ അഴിച്ചിട്ട് ഊരാൻ പറ്റും. ഇപ്പോഴത്തെ അതുപോലെ ഇത് നമ്മുടെ എൻജിൻ ഷോക്കേസിങ് ആട്ടാ, കറങ്ങത്തൊന്നുമില്ല. ഇത് ലൈറ്റിൻ്റെ വയറ് നോക്കിയേ, ലൈറ്റ് നോക്കിയേ. നമ്മുടെ വീലിൻ്റെ കണക്റ്റിങ് ആണ്. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് കണ്ടോ, നമ്മൾ പുട്ടി തേച്ച് വെച്ചിരിക്കും കേട്ടോ. നമ്മുടെ NC പുട്ടിയില്ലേ, അത് മൊത്തം തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണങ്ങിയിട്ട് നമ്മളിപ്പോൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇനാമലിൻ്റെ പെയിൻറ്റ് അടിക്കണം. നമ്മൾ വാൾപേപ്പർ വാങ്ങിക്കുന്നില്ല, കാരണം അതിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനാമലിൻ്റെ പെയിൻറ്റ് ഗ്ലേസിംഗ് ഉള്ളത് അടിക്കാൻ പോവാണ്. ഇവിടെ അടിച്ചിട്ടുണ്ട്, ഇവിടെ ചെറുതായിട്ടും തേച്ചിട്ടുണ്ട്. പിന്നെ മുഖവും ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്, ചിറകിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും കണ്ട. അപ്പം ഇനി പെയിൻ്റ് അടിച്ചതിന് ശേഷം കാണാതെ. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ റെഡി ആയിട്ടില്ല, നമ്മളിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് വാൾപേപ്പർ വാങ്ങാൻ പറ്റിയില്ല, കാരണം അത് ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഇനാമലിൻ്റെ ഗ്ലോസി പെയിൻ്റ് ഉണ്ടല്ലോ, ഇനാമലിൻ്റെ, അത് വാങ്ങിച്ചിട്ട് ഞാൻ അടിച്ചേട്ടോ മൊത്തം. ഇതൊരു 4 കോട്ടിങ് അടിച്ചപ്പോഴാണ് ഇത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയത്.
നാല് പ്രാവശ്യമാണ് ഇത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചിറകെ ഗൈസ് ഞാൻ മറ്റേ നമുക്ക് ഫോർക്ക് ഷീറ്റ് വളക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പം വളക്കാൻ കുറച്ച് പാടല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെയാണ് ഒട്ടിച്ചത്. അപ്പം അതിൻ്റെ ഡിസൈൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും കാര്യമില്ല. പുറകെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. മറ്റേ ചിറക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ആ 3 ചിറകും നമ്മൾ പെയിൻ്റ് അടിച്ചു. പിന്നെ ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്റ്റിക്കർ വർക്കാണ്. അതായത് പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു, ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്, ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യാനുള്ള സ്റ്റിക്കർ വർക്കാണ്. അപ്പോൾ ഇവിടെ, അതായത് ഈ ഭാഗം കണ്ട, ഇവിടെ നമ്മൾ ഗ്രേ ആണ് കൊടുക്കുന്നത്. നമ്മുടെ വാൾപേപ്പർ ഇരിപ്പില്ലേ, ഗ്ലോസി ടൈനി വാൾപേപ്പർ, അതിൻ്റെ ഗ്രേ ആണ് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഗ്രേ കൊടുക്കും. അപ്പോൾ അത് ഞാൻ അവിടെ ചെയ്യുന്നില്ല, കാരണം അത് അവിടെ കുറച്ച് ഉണങ്ങാനുണ്ട്. അത് നാളെ ആകുമ്പോഴേ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഈ ചിറകിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാമേ. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ അടിച്ചു. ഈ ചിറക് ഈ 2 ചിറക്, വലിയ ചിറക് മാത്രമേ ഉള്ളൂ ചിറക് കോറ്. കാരണം ഈ ലൈൻ കണ്ട ലൈൻ അത് വന്നുകൊണ്ടാണ്. അത് ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇത് മാറ്റാൻ പറ്റില്ല. കുട്ടി തേച്ചൊക്കെ നോക്കി, പക്ഷെ അത് കറക്റ്റ് ആകുന്നില്ല. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച്. പക്ഷെ അടിയിൽ കണ്ട അടിയിൽ പ്ലെയിൻ ആണ്, കാരണം അത് ലൈൻ അല്ലല്ലോ, ഷീറ്റിൽ ഇതാണ്. അപ്പം ഇതെനിക്ക് ഇങ്ങനെ വളക്കാൻ പറ്റില്ല, ഷീറ്റ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തത്. ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റിലൊക്കെ പെയിൻറ് പറ്റിയിരിക്കുക, അതിനെ ഉരച്ച് കളയണം. പിന്നെ ഇവിടുത്തെ ഗ്രേ ചെയ്തതിന് ശേഷം കാണാവേ, ഇവിടുത്തെ ഗ്രേ വർക്കില്ല സ്റ്റിക്കർ, അത് ഒട്ടിച്ചതിന് ശേഷം കാണാവേ. ഗൈസ് നമ്മുടെ ചിറകൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ പുറകിലത്തെ ചിറകാണ്. കണ്ട് ഇവിടെ മാത്രമാണ് ഗ്രേ കൊടുത്തത്. ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ വലിയ ചിറക്. ഇതാണ് ഇങ്ങനെ അതിൻ്റെ ഡിസൈൻ ഞാൻ കൊടുത്തത്. ഇത് ഫ്ലാപ്പാണ്. അടിയിൽ നമ്മൾ കൊടുത്തു, അടിയിൽ ഇവിടെ മാത്രമാണ് കൊടുത്തത്. മറ്റേ ചിറക് ലൈറ്റ് കണ്ട, നൈസ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറക് കണ്ടത് ഞാൻ റെഡ് കളറിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗ്രേയും വാൾപേപ്പർ ഒട്ടിച്ചു. വേണ്ട, ഇവിടെ ഗ്രേ, ഇവിടെ റെഡ്. അതുപോലെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പുറകിൽ എന്താ റെഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി താഴത്തൊട്ടിക്കണം. ഇനി ഇതുണ്ട ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഈ വാൾപേപ്പറില്ലേ അത് ഒട്ടിച്ചാൽ ശരിയാകത്തില്ല. അപ്പോൾ ഹീറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതുപോലത്തെ ഒരു കാർഡുണ്ട്, എനിക്ക് റോഡിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിങ്ങനെ ഷെയ്ഡ് ചെയ്യും, അപ്പോൾ വലിഞ്ഞങ്ങ് ഒട്ടിക്കോളും. ഇനി അടിയിലും ചെയ്യാനുണ്ട്, കേട്ടോ, അടിയിലും ചെയ്യാനുണ്ട്, അപ്പുറത്തും ചെയ്യാനുണ്ട്. അത് ചെയ്യട്ടെ. നമ്മുടെ ബാക്ക് മീൻസ് പ്ലെയിനിൻ്റെ ബാക്ക് കണ്ട, ഇവിടെ റെഡും ഗ്രേയും നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ,
ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേ ചെയ്തത്. ഇവിടെ നമ്മളിത് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ റെഡ് ചിറക് പിന്നെ അടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അടിയിൽ റെഡ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചൂടാക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ചൂടായി. അതിനുശേഷം ആ കാർഡ് വെച്ചിങ്ങനെ വരയ്ക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് കിട്ടും. ഹീറ്റർ മെഷീനുണ്ട്, അപ്പോൾ അതുപോലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് കാർഡ് വെച്ചിട്ട് വരച്ചാൽ മതി. ഇതേപോലെ പതിയെ വരച്ചാൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഡോറും അതുപോലെ വിൻഡോയും ഫ്രണ്ടിലത്തെ ആ ഒരു ഇത് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ വിൻഡോയും പിന്നെ അതിൻ്റെ പേര് ടൈറ്റിൽ അതും കൂടെ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ചിഹ്നവും ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം കാണാതെ ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് റെഡി ആയിരിക്കണം. നമുക്ക് ക്വൈൻറ്റാസ്, പിന്നെ സ്പിരിറ്റ് ഓഫ് ഓസ്ട്രേലിയ. ഇത് എയർലൈനാണ് കേട്ടോ. അതിൻ്റെ വിൻഡോ, ഡോറ്, ഈ ഒരു സൈഡിൽ 4 ഡോറുണ്ട്. ഇതൊരു ഡോറ്, രണ്ടാമത്തത്, 3, പിന്നെ അറ്റത്തൊന്ന്. പിന്നെ മുഖം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഖം ഫ്രണ്ട് ഭാഗം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇവിടെയാണ് നമ്മുടെ ബാറ്ററി. ഇതുണ്ടാവും ബാറ്ററി സെക്ഷൻ. ഇതാണ് ഗൈസ് നമ്മുടെ ക്വൈൻറ്റാസ് ഫ്ലൈറ്റിൻ്റെ ഡിസൈൻ. ഇതാണ് പുറകിലത്തെ ചിഹ്നം. ഇതാണ് ഇതൊരു ഡോറാണ്. ഇത് നമ്മുടെ പുറകിലത്തെ ചിറക് കണക്ട് ചെയ്യാനുള്ള സംഭവം. ലൈറ്റിൻ്റെ ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു പണിയുണ്ട്. മീൻസ് ഡിസൈനിൽ കുറച്ചും കൂടെ ഇതാകാനുണ്ടായിരുന്നു, കുറച്ചും കൂടെ ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്തത്. ഇതിൻ്റെ അടിഭാഗം ഇവിടെ നമ്മൾ റെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. വാൾപേപ്പറാണിത്. വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഹീറ്ററില്ലേ, മുടി ചൂടാക്കുന്ന ഹീറ്റർ, അത് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റ് ലെവലായിട്ട് കിട്ടും. ഇതണ്ട, ഇതൊക്കെയാണ് ആദ്യം ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഹീറ്റർ മെഷീൻ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യും. എന്നിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫിനിഷിങ് കിട്ടുന്നത് ഈ സാധനത്തിന്, ഷീറ്റിന്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെത്. പിന്നെ വീലൊക്കെ സെറ്റ് ചെയ്യണം. അതുതന്നെ നമ്മുടെ ചിറകാണ് നമ്മുടെ എൻജിനിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇതുണ്ടാക്കും.
രണ്ടാമത്തെ ചിറക്. പിന്നെ അതിൻ്റെ വീലും സാധനങ്ങളാട്ടോ, വീല് അതിൻ്റെ. ഇനി ഇതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. ഈ ചിറകും പുറകിലത്തെ ചിറക് എല്ലാം ഒന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇവിടെ കുറച്ച് സംഭവം ചെയ്യാനുണ്ട്. ഇതേപോലത്തെ ഇങ്ങനെ ലൈൻ പോലത്തെ ഒരു സംഭവം ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്തിട്ട് വേണം പ്ലെയിനിൽ അസംബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ അസംബിൾ ചെയ്തതിന് ശേഷം കാണാതെ എൻ്റെ ഫ്ലാപ്പ് നൈസ്. ഇതാണ് ഫ്ലാപ്സ്. ഓക്കെ, ഇത് ഇവിടുത്തെ ഫ്ലാപ്പ്. ഇത് കുറച്ച് ടൈറ്റായിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് റെഡി ആയിരിക്കണം. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോ, ലൈക്കും കൂടെ ചെയ്തേക്കും. ഇത് 3 ആഴ്ച എടുത്തിട്ട് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഈ ചിറകില്ല, ഈ ചിറക് എനിക്ക് ചെറിയൊരു പണി തന്നത്. ഇതുണ്ടാ ആടുന്നുണ്ട. ഇതൊന്നും കൂടെ ഒന്ന് നാളെ നോക്കിയിട്ടിരുന്ന് ഇതൊന്ന് മുറുക്കണം. സ്ക്രൂ ഇല്ല, നന്നായിട്ടൊന്ന് ഇതാക്കാനുണ്ട്, എന്നാലേ ഈ ചിറക് ഇരിക്കത്തുള്ളൂ മര്യാദയ്ക്ക്. പിന്നെ നാളെ വയറിങ് ചെയ്യണം, ബാറ്ററിയും സ്വിച്ചെല്ലാം ഫിറ്റ് ചെയ്യണം.